ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അതിവേഗ മാറ്റത്തിനൊരുങ്ങുകയാണ് മഹാരാഷ്ട്രയിലെ വധാവൻ തുറമുഖ പദ്ധതി. 76,000 കോടി ചിലവിട്ട് പാൽഘർ ജില്ലയിലെ ദഹനാവിനടുത്ത് നിർമ്മിക്കുന്ന പദ്ധതി പൂർത്തിയായാൽ അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ തുറമുഖമായി ചരിത്രത്തിൽ ഇടം നേടും. 2039 പദ്ധതി പൂർത്തീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തുറമുഖത്തിന്റെ ഭൂമിപൂജ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചതോടെ പദ്ധതിക്ക് തുടക്കമായി. ഇന്ത്യയുടെ തുറമുഖ വികസന രംഗത്ത് നാഴികക്കല്ലായി മാറാൻ ശേഷിയുള്ള പദ്ധതിയെ സമുദ്ര വ്യാപാരത്തിൽ ശ്രദ്ധയൂന്നിയിരിക്കുന്ന ലോകരാജ്യങ്ങളും പ്രതീക്ഷയോടെയാണ് നിരീക്ഷിച്ചു വരുന്നത്. 15 വർഷം കൊണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച 10 കണ്ടെയ്നർ തുറമുഖമാവാനുള്ള വധാവൻ പദ്ധതി അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. നവംബർ 19 പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം. സമുദ്ര വ്യാപാര മേഖല ശക്തമായി വികസിപ്പിച്ച ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 15 രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. തുറമുഖ ശേഷിയും തീരദേശ ചരക്ക് നീക്കവും വെറും 10 വർഷം കൊണ്ടാണ് ഇരട്ടിയായി വർദ്ധിച്ചത്. സമുദ്ര സഞ്ചാരികളുടെ എണ്ണവും 2% വർദ്ധിച്ചു. ദേശീയ ജലപാതകളിലൂടെ കൈമാറ്റം ചെയ്ത ചരക്കിന്റെ തോതിൽ 183% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ ഗതാഗത മാർഗങ്ങൾ തുറന്നും സമുദ്ര വ്യാപാരം ശക്തിപ്പെടുത്തിയും ഇന്ത്യ കൂടുതൽ വിശാലമായ ലോകത്ത് ചുവടുവെക്കുന്നതിന്റെ ഭാഗമാണ് വധാവൻ പദ്ധതി. മഹാരാഷ്ട്രയിലെ മൂന്നാമത്തെ വലിയ തുറമുഖമാണ് വധാവൻ. മുംബൈ പോർട്ട്, ജവഹർലാൽ നെഹ്റു പോർട്ട് എന്നിവയാണ് മറ്റ് 2 പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ. 1997 വധാവൻ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആദ്യമായി ആരംഭിക്കുന്നത്. എന്നാൽ പ്രദേശവാസികളുടെ പ്രതിഷേധത്തെ തുടർന്ന് ഈ ചർച്ചകൾ മുന്നോട്ടു പോയില്ല. പിന്നീട് 2015 മാത്രമായിരുന്നു തുറമുഖ ചർച്ചകൾ വീണ്ടും സജീവമായത്. സാഗർമാല പദ്ധതിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വധാവൻ ചർച്ചയ്ക്ക് അന്ന് തുടക്കം കുറിച്ചത്. തുറമുഖ വികസനത്തിലൂടെയും ചരക്കു നീക്കത്തിലൂടെയും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് സാഗർമാല. തുറമുഖങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് നിർണായകമാവുകയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. തുടക്കകാലത്ത്, അതായത് 97കളിൽ വധാവൻ പദ്ധതി മുന്നോട്ട് വെച്ച കാലത്ത് ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമുയർന്നിരുന്നു. നിർദ്ദിഷ്ട തുറമുഖ നിർമ്മാണ സ്ഥലത്ത് താമസിക്കുന്ന പ്രദേശവാസികളായിരുന്നു ജനകീയ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇത് പിന്നീട് രാഷ്ട്രീയ വിവാദങ്ങളിലേക്കും നീങ്ങി. 1997 ശിവസേനയും BJP സഖ്യം ചേർന്ന മഹാരാഷ്ട്ര ഭരിച്ചിരുന്ന കാലത്താണ് വധാവൻ തുറമുഖ ചർച്ചകൾ ആരംഭിച്ചത്. സഖ്യം പിരിഞ്ഞതോടെ ചർച്ചകളും നിലച്ചു. എന്നാൽ വധാവൻ പദ്ധതിയെ ശിവസേന പതിയെ തിരഞ്ഞെടുപ്പ് ആയുധമാക്കി മാറ്റി. പാൽഘറിൽ ശിവസേന അധികാരത്തിലെത്തിയാൽ വധാവൻ തുറമുഖ പദ്ധതി ഇല്ലാതാകുമെന്ന് ഇക്കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഉദ്ധവ് വാഗ്ദാനം നൽകിയിരുന്നു. പാൽഘർ ലോക്സഭാ സീറ്റിൽ നിന്ന് മത്സരിച്ച ശിവസേനയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു. BJPയുടെ ഡോക്ടർ ഹേമന്ത് വിഷ്ണുവാണ് ഈ സീറ്റിൽ വിജയിച്ചത്. മുംബൈയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെയാണ് വധാവൻ തുറമുഖം നിർമ്മിക്കപ്പെടുന്നത്. എല്ലാ കാലാവസ്ഥയിലും പ്രവർത്തന സജീവമാക്കാൻ കഴിയുന്ന ഗ്രീൻഫീൽഡ് ഡീപ്പ് ഡ്രാഫ്റ്റ് തുറമുഖമാണിത്. 2024 ജൂൺ മാസത്തിലാണ് പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയത്. ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ 76,000 കോടി രൂപ ചിലവിടുന്ന തുറമുഖത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയാൽ രാജ്യത്തെ ഏറ്റവും വലിയ തുറമുഖമായി വധാവൻ മാറും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 13ാമത് തുറമുഖമായിരിക്കും ഇത്. ഗുജറാത്തിനോട് ചേർന്നുള്ള ദഹാനു കടലോരത്ത് നിന്നും 4.5 നോട്ടിക്കൽ മൈൽ അകലെയാണ് നിർദ്ദിഷ്ട പദ്ധതി. തുറമുഖത്തു നിന്നും കണ്ടെയ്നർ, കാർഗോ സ്റ്റോറേജുമായി കടലിൽ നിന്നും 1448 ഹെക്ടർ പ്രദേശവും തീരത്ത് നിന്നും 10.14 കിലോമീറ്റർ പ്രദേശവും എടുത്താണ് തുറമുഖം നിർമ്മിക്കുന്നത്. മദർ കപ്പലുകൾക്ക് നങ്കൂരമിടാൻ കഴിയുന്ന തരത്തിലാണ് തുറമുഖത്തിന്റെ നിർമ്മാണം. തുറമുഖത്തിന് 1000 മീറ്റർ നീളമുള്ള 9 കണ്ടെയ്നർ ടെർമിനലുകൾ ഉണ്ടാകും. ഇതിൽ 4 മൾട്ടി പർപ്പസ് ബെർത്തുകളാണ്. കോസ്റ്റൽ ബെർത്ത്, ലിക്വിഡ് കാർഗോ ബെർത്ത്, റോറോ ബെർത്ത്, കോസ്റ്റ് ഗാർഡ് ബെർത്ത് എന്നിവയും ഉൾപ്പെടുന്നുണ്ട്. പ്രതിവർഷം 298 ദശലക്ഷം ടൺ ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള ശേഷിയോടെയാണ് തുറമുഖ വിഭാവനം ചെയ്തിരിക്കുന്നത്. വധാവൻ പോർട്ട് പ്രൊജക്ട് ലിമിറ്റഡ് ജവഹർലാൽ നെഹ്റു പോർട്ട് അതോറിറ്റിക്ക് കീഴിൽ വരുന്ന സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ മുംബൈ മാരിടൈം ബോർഡ് എന്നിവയിൽ ചേർന്നാണ് പദ്ധതി നടപ്പാക്കുക. 74.26 എന്നിങ്ങനെയാണ് പദ്ധതി വിഹിതം. വധാവൻ പദ്ധതി ചരക്കു ഗതാഗത ചെലവ് കുറയ്ക്കാൻ സഹായിക്കുന്നതിനൊപ്പം ചരക്കു നീക്കത്തെ ത്വരിതപ്പെടുത്താനും സഹായിക്കും. ഇന്ത്യയുടെ വടക്ക് തീരത്ത് നിർമ്മിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വാണിജ്യത്തിനൊപ്പം ആഭ്യന്തര ചരക്ക് നീക്കത്തിലും സമയം ലാഭിക്കാം. തുറമുഖത്തു നിന്ന് ദേശീയപാതയുമായും റെയിൽവേ ലൈനുമായും ഗതാഗതം സജ്ജമാക്കുമെന്ന് കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട്. 76,220 കോടിയാണ് പദ്ധതി ചെലവ്. സ്ഥലമെടുപ്പ്, തുറമുഖ നിർമ്മാണം, ടെർമിനൽ വികസനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവ ഉൾപ്പെടെയുള്ള തുകയാണിത്. കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന സുസ്ഥിര വികസന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന വികസന പദ്ധതികളാണ് വധാവനിലും നടക്കുന്നത്.
പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിലും കർശനമായ പാരിസ്ഥിതിക മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും പരാതി ഊന്നൽ നൽകുന്നുണ്ട്. തുറമുഖം പ്രവർത്തനക്ഷമമാകുന്നതോടെ ഇന്ത്യയുടെ സമുദ്ര സമ്പർക്ക സൗകര്യം വർദ്ധിക്കുകയും ആഗോള വ്യാപാര കേന്ദ്രമെന്ന നിലയിലുള്ള സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നാണ് ഇത്. അന്താരാഷ്ട്ര കപ്പൽ പാതകളിലേക്കും നേരിട്ട് സമ്പർക്ക സൗകര്യമൊരുക്കുകയും യാത്രാസമയവും ചിലവും കുറയ്ക്കുകയും ചെയ്യും. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാന സൗകര്യങ്ങളും സജ്ജീകരിക്കുന്നത്, തുറമുഖം ആഴത്തിലുള്ള ബർത്തുകൾ, ചരക്കു കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ, ആധുനിക തുറമുഖ പരിപാലന സംവിധാനങ്ങൾ എന്നിവയുണ്ടാകും. ഇന്ത്യയുടെ അന്താരാഷ്ട്ര ചരക്കു നീക്കത്തിനായി അനന്തമായ സാധ്യതകളാണ് വധാവൻ തുറമുഖം പദ്ധതി തുറന്നുവിടുന്നത്. ഇന്ത്യ, പശ്ചിമേഷ്യ, യൂറോപ്പ് വ്യാപാര ഇടനാഴി, ഇന്റർനാഷണൽ നോർത്ത് സൗത്ത് കോറിഡോർ, സമുദ്ര വ്യാപാരത്തിൻ്റെയും ഗേറ്റ്വേ ആയാണ് വധാവൻ തുറമുഖം പ്രവർത്തിക്കുക. ഈ മേഖലകളിലേക്ക് നേരിട്ട് ബന്ധം പുലർത്താൻ വധാവൻ തുറമുഖത്തിലൂടെ സാധിക്കും. ലോകത്തെ സമുദ്ര വ്യാപാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി പൊതു സ്വകാര്യ നിക്ഷേപത്തെ ആകർഷിക്കും. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള മെഗാ കപ്പലുകൾക്ക് നങ്കൂരമിടാനായി അത്യാധുനിക സംവിധാനങ്ങളോട് തുടങ്ങിയ ടെർമിനലുകളാണ് നിർമ്മിക്കുന്നത്. പദ്ധതി പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച 10 തുറമുഖങ്ങളിൽ ഒന്നായി വധാവൻ തുറമുഖം മാറും. ഗൾഫ്, യൂറോപ്പ്, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള ചരക്ക് ഗതാഗതം സുഗമമാക്കുന്ന അറബിക്കടലിലെ പ്രധാന ഹബ്ബായി വധാവനെ മാറ്റാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴിയുടെ തുടക്ക പോയിന്റ് എന്ന നിലയിൽ വധാവനിലെ തുറമുഖം യൂറോപ്പും ഗൾഫ് മേഖലയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര സാധ്യതകൾ വർദ്ധിപ്പിക്കും. ആദ്യഘട്ടം പൂർത്തിയാക്കിയാൽ 15 മില്യൺ TEU ആയിരിക്കും വധാവൻ തുറമുഖത്തിന്റെ ശേഷി. അവസാന ഘട്ടവും പൂർത്തിയാക്കി തുറമുഖം കമ്മീഷൻ ചെയ്യുന്നതോടെ ഇത് 23.2 മില്യൺ TEU ആയി വർദ്ധിപ്പിക്കും. മഹാരാഷ്ട്ര തീരപ്രദേശം, വടക്കൻ കർണാടക, തെലുങ്കാന, ഗുജറാത്തിന്റെ തീരപ്രദേശങ്ങൾ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, NCR, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നത് ഇപ്പോൾ ഈ തുറമുഖമാണ്. ലോകത്തിലെ തന്നെ ഭീമൻ ചരക്കു കപ്പലുകളെ ഉൾക്കൊള്ളുന്നതിനും ജവഹർലാൽ നെഹ്റു പോർട്ട് ടെർമിനലിന്റെ ശേഷിക്ക് പുറത്തുള്ള ചരക്കു കപ്പലുകളെ സ്വീകരിക്കുന്നതിനുമായി ഇന്ത്യക്ക് പുതിയൊരു ആഴക്കടൽ ഡ്രാഫ്റ്റ് തുറമുഖം അനിവാര്യമാകുന്ന സാഹചര്യത്തിലാണ് വധാവൻ പദ്ധതി അതിവേഗത്തിൽ മുന്നോട്ട് നീങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി തുറമുഖ നിർമ്മാണം രാജ്യത്തിന് സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കി കൊടുക്കുക മാത്രമല്ല, 12 ലക്ഷം തൊഴിലവസരങ്ങൾ കൂടിയാണ് സൃഷ്ടിക്കുക. നേരിട്ടല്ലാതെ 1 കോടിയിലേറെ തൊഴിലവസരങ്ങളും പദ്ധതിയിലൂടെ സൃഷ്ടിക്കുമെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. വധാവൻ തുറമുഖത്തിൽ നിന്ന് ഗുജറാത്ത്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം രാജ്യത്തെ എല്ലാ തുറമുഖങ്ങളിലേക്കുമുള്ള ചരക്കു നീക്കം സുഗമമായി നടക്കും. മഹാരാഷ്ട്രയുടെ സാമ്പത്തിക വളർച്ചയിൽ നിർദ്ദിഷ്ട തുറമുഖം 1% വളർച്ച ആദ്യ വർഷത്തിൽ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തുറമുഖം ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രാദേശിക വ്യവസായങ്ങളെ ഉത്തേജിപ്പിക്കുമെന്നും പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വികസനത്തിനും സംഭാവന നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. 2029ഓടെ പദ്ധതിയുടെ ആദ്യഘട്ടം പൂർത്തിയാവും. 2039ഓടെ പദ്ധതിയുടെ അവസാന ഘട്ടവും കഴിയും. വധാവൻ തുറമുഖത്തിന്റെ വിശാലമായ സാധ്യതകൾ മുന്നിൽ കണ്ട് ഭീമൻ കമ്പനികൾ തുറമുഖ പദ്ധതിയിൽ താൽപര്യം പ്രകടിപ്പിച്ചു വരുന്നതായി കേന്ദ്ര ഷിപ്പിംഗ് വകുപ്പ് മന്ത്രി സർബാനന്ദ സനോവാൾ വ്യക്തമാക്കി. $10 ബില്യൺ നിക്ഷേപമുള്ള പദ്ധതിയിലേക്ക് ആഗോള കമ്പനികൾ ഇതിനോടകം തന്നെ ആകൃഷ്ടരായിട്ടുണ്ട്. ഗുജറാത്തിനോട് ചേർന്നുള്ള ദഹാനു കടലോരത്തിന് സമീപത്താണ് വധാവൻ തുറമുഖ പദ്ധതി പുരോഗമിക്കുന്നത്. 1991 കേന്ദ്രവനം പരിസ്ഥിതി മന്ത്രാലയം പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച പ്രദേശമാണിത്. ഇവിടെ വ്യവസായശാലകൾ സ്ഥാപിക്കുന്നതിനും കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനും മന്ത്രാലയം വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ 1997 മഹാരാഷ്ട്ര സർക്കാർ വധാവൻ പദ്ധതി പ്രൊപ്പോസൽ ദഹാനു താലൂക്ക് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ അതോറിറ്റിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ പദ്ധതി ഒരിക്കലും അനുമതി നൽകാൻ കഴിയില്ലെന്നായിരുന്നു അന്ന് അതോറിറ്റി പദ്ധതിയെക്കുറിച്ച് പറഞ്ഞത്. പരിസ്ഥിതിലോല മേഖലയിൽ അതിജീവിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഗ്രീൻ സോൺ ആണ് ദഹാനു എന്നായിരുന്നു അന്ന് അതോറിറ്റി വ്യക്തമാക്കിയത്.